മഹ്ബൂബ്. സ്നേഹിതന്മാർ, സ്നേഹിതമാര് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അതിനുവേണ്ടി എന്ത് വില കൊടുത്തും നമ്മളെ സാധിപ്പിച്ചു കൊടുക്കുന്നതിലേറെ അള്ളാഹുവിനെ സംബന്ധിച്ചല്ലേ നമുക്ക് ആ തോന്നൽ വരേണ്ടത്. പടച്ച തമ്പുരാൻ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് നീ ഇന്ന സമയം വെഞ്ഞാറമൂട് വരണമെന്ന് പറഞ്ഞാൽ, കൃത്യമായി 2 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിൽ നിങ്ങൾ കൃത്യം 2 മണിക്ക് അവിടെ എത്തിയിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ 5 വക്ത് നിസ്കാരം അല്ലാഹു മഹ്ബൂബായ റബ്ബ് നമ്മളോട് കൃത്യമായി നമ്മളെ കാണണം എന്ന് പറഞ്ഞ സമയങ്ങളാണ്. അതെന്തേ നമ്മൾ ഡിലേ ആക്കുന്നത്? അതെന്തേ സമയം വൈകിപ്പോകുന്നത്? അതുകൊണ്ട് മൻ സദഖല്ലാഹ സദഖഹുല്ലാഹ്, നമ്മൾ അല്ലാഹുമായുള്ള ബന്ധം സത്യസന്ധമാണെങ്കിൽ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് സത്യങ്ങൾ നമുക്ക് കാണിച്ചു തരുമായിരുന്നു. അല്ലാഹുവേ, നീ ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ രോഗികളെ കാണുമ്പോൾ നമുക്ക് അല്ലാഹുവിനെ ഓർമ്മ വരണം. ആശ്രയതീരത്തിലെ നിരാലംബരായ ആരുമില്ലാത്ത 30-ലേറെ ആളുകളാണ് അവിടെ കിടക്കുന്നത്. നമ്മളെപ്പോലെ കുടുംബമുള്ളവരാണ് അവർ. പക്ഷേ കുടുംബം ഒന്നുകിൽ ഉപേക്ഷിച്ചവരെ, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ തയ്യാറല്ലാത്തവരെ. ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, അതിൽ ചെറിയ മക്കളുണ്ട്. അവരെയെല്ലാം ആശ്രയതീരത്ത് കൊണ്ടുവന്ന് നമ്മൾ നിർത്തിയിട്ട് ആ പാവങ്ങളുടെ ദുന്യാവ് ആഖിറം രണ്ടും ഒന്നും അറിയാത്ത രീതിയിൽ, ബുദ്ധിസ്ഥിരതയില്ലാത്ത, ഓർമ്മക്കുറവുള്ള, കാര്യങ്ങൾ മനസ്സിലാവാത്ത, ഞാൻ എവിടെയാണെന്ന് പോലും അറിയാത്ത എത്രയോ മതവിശ്വാസികൾ, പല വിഭാഗക്കാർ. പക്ഷേ സ്നേഹം എന്ന ഭാഷ ഒന്നേ ഉള്ളൂ. ആ സ്നേഹത്തിന്റെ ഭാഷയിലാണ് ആശ്രയതീരത്ത് നാം അവരോട് പെരുമാറുന്നത്. അവരെ കാണുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരണം. സത്യവിശ്വാസികളെ, അല്ലാഹു നമുക്ക് തന്ന കണ്ണും കാതും ചിന്തയും നമ്മുടെ ബുദ്ധിയും അതെങ്ങാനും അല്ലാഹു എടുത്തുകൊണ്ടു പോവുകയാണെങ്കിൽ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും? എന്ത് പകരം കൊടുത്തുകൊണ്ട് തിരിച്ചു കിട്ടും? അല്ലാഹുവേ, ആശ്രയതീരത്തണിയുന്ന മുഴുവൻ ആളുകൾക്കും നീ ശിഫാ നൽകണേ തമ്പുരാനെ. ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹു അവർക്ക് പരിപൂർണമായ ആഫിയത്ത് നൽകണേ റബ്ബേ. അവരെ ശുശ്രൂഷിക്കുന്ന ആളുകള്, നമ്മുടെ വോളണ്ടിയർമാർ, ഡോക്ടേഴ്സ് അടക്കമുള്ള ആളുകൾ, 100-ലേറെ ആളുകൾ ഇതിന്റെ വോളണ്ടിയർമാരായി ഒരു ശമ്പളവും പറ്റാതെ പ്രവർത്തിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ഉവൈസ് സമാനി അവറുകൾ അടക്കമുള്ള ആളുകൾ, അല്ലാഹു ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഒരു രോഗിയായി കിടന്ന മനുഷ്യൻ മരണം വരിച്ച് ആ മയ്യത്തിനെ ഖബറടക്കി തിരിച്ചു വരുന്ന വഴിയിൽ വല്ലാണ്ട് വിഷമിച്ച് കരഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോ വീട്ടുകാര് മഹാനായ ഹസനുൽ ബസ്രിയോട് പറഞ്ഞു, അത്വആമു യർഹമുകുമുല്ലാഹ്. ഹസനുൽ ബസ്രി, നിങ്ങളുടെ